ഹലോ ഗൈസ്, സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മിനി വ്ളോഗായിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, നമുക്ക് ചായ കുടിക്കാൻ ഒരു പൂതി. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഞാനും നൗഷിൽ ആലാപ്പും കൂടെ ചായക്കടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ചായക്കട വേറെ ഇവിടെ കേട്ടോ, നമ്മുടെ ഫോട്ടോ വെച്ച് വെളിയിലുള്ള ഇല്ലിക്കലാണ്. നമ്മൾ സാധാരണ മിക്കപ്പോഴും ഇവിടെ നിന്ന് ഒന്ന് കുടിക്കാറുള്ളത്. അപ്പോൾ നൗഷ് ഒരു കോഫിയും ഞാനൊരു കോഫിയും കൂടെ പറഞ്ഞത്. അങ്ങനെ ഞാൻ ലാലാപ്പിയൊക്കെ കടി കഴിച്ച്. അങ്ങനെ നമുക്ക് പാർക്കിൽ പോകണമെന്നുണ്ടായിരുന്നു. ലാലാപ്പി കുറേ ഊനാലാട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ പാർക്കിലേക്ക് പോയി. പാർക്കിൽ ചെന്നപ്പോൾ അവിടെ എൻ്റെ പെങ്ങളെ വെച്ചും വന്നിരുന്നത്. അപ്പോൾ പിന്നെ അവരോട് ജോയിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ അവിടെ ജോയിൻ ചെയ്ത് വന്നു. പിന്നെ സ്പൈഡർമാൻ ഇറങ്ങിയത് ലാലാപ്പി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ലാലാപ്പി എല്ലായിടത്തും ഇങ്ങനെ പിടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. എൻ്റെ പെങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം പെങ്ങളാണ്, എൻ്റെ വാപ്പാൻ്റെ അനിയത്തിൻ്റെ മോളാണ്. പാർക്കിൽ നിൽക്കുന്ന സമയത്ത് അൽത്തു വിളിച്ചിട്ട് റിസുവിൻ്റെ വീട് പറഞ്ഞാണ് സാധനം പറക്കണം വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല മഴ. ഞാൻ നോക്കാറ് അൽത്തു ഐസിനെ വെളി കയറിക്കണം. അപ്പോൾ ഞാനും കൂടെ കൂടാന്ന് വെച്ചിട്ട് ഞാനും ഷീറ്റിനെ വെളി കൂടെ കയറി. അവനാണെങ്കിൽ എന്തിനാണ്ട് എന്നെ വീട് എടുക്കണമെന്ന് പറയുന്നത്. അങ്ങനെ മഴയൊക്കെ മാറിയിട്ട് നമ്മൾ സാധനം പെറുക്കി തുടങ്ങി. അവൻ പണിയെടുക്കണമെന്നാണ് പറഞ്ഞത്, ബട്ട് കണ്ടില്ലേ പിള്ളേരാ പണിയെടുക്കുന്നത്. അങ്ങനെ വണ്ടിയിൽ നമ്മൾ അട്ടിയാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് യാത്ര തുടങ്ങിയിട്ടാ. പിന്നെ വണ്ടിയിൽ റോപ്പൊന്നും കെട്ടാത്തതുകൊണ്ട് ഒരാൾ ബാക്കിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ പിടിച്ച് അമ്മ ബാക്കിലേക്ക് കെട്ടി. ഞാൻ എന്തായാലാണ് ഞാൻ ഇങ്ങനെ ചില്ല് ചെയ്തിരുന്നു. വേറെ വഴിയില്ല, തൊട്ടപ്പുറത്തല്ലേ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നതിന് ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ ബെഡ് കിടക്കുന്നു. അപ്പോൾ ഞാൻ എന്താ ബെഡിൽ കിടന്നു. ഇങ്ങനെ സുഖസുന്ദരമായിട്ട് ഒരു വ്യൂ ഞാൻ കണ്ടു. ആഹാ, പൊളി. പണി എടുത്തിട്ടില്ല ഒരു പണി ഇത് ഒട്ടു കൊടുത്തിട്ടില്ല. അപ്പം മരക്കൊര കേട്ടിട്ട് ചെക്കൻ എണീറ്റിട്ടാ. പിന്നെ നോക്കിയില്ല, നേരെ വെച്ച് പിടിച്ച് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് തോപ്പുംപടിയിലുള്ളൊരു കടയിലേക്ക് കണ്ട. എല്ലാവരും വിശന്ന് പണ്ടാരായിട്ട് ഇരിക്കാനായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മുടെ ഫുഡൊക്കെ എത്തി പിന്നെ എല്ലാവരും നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കിട്ട് പിന്നെ കഴിക്കാനുള്ള പരിപാടിയിലേക്ക് കണ്ട. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് നേരെ പള്ളുരുത്തിക്ക് വന്നിട്ടുണ്ടാവും. പള്ളുരുത്തിൽ കാരണം റിസുവിൻ്റെ വീട്ടിലേക്ക് അക്വേറിയം വെക്കാനുണ്ടായിരുന്നു. റിസു പള്ളുരുത്തിൽ താമസിക്കുന്നു ഇപ്പം. അപ്പോൾ റിസുവിൻ്റെ വീട്ടിലേക്ക് അക്വേറിയം വെക്കാനുണ്ട്. നമ്മൾ അക്വേറിയമൊക്കെ ആയിട്ട് നേരെ പള്ളുരുത്തിക്ക് വന്നു. അങ്ങനെ അവിടെ നിന്ന് ആ സംഭവമൊക്കെ കയറ്റി ഇറക്കിയും വെച്ച് നേരെ അവിടെ നിന്ന് നമ്മൾ തിരിക്കാനായിരുന്നു. അപ്പൊ വീട് സാധനം വർക്കൽ കഴിഞ്ഞ് ഇതാണ് നമ്മുടെ പുതിയ പരിപാടി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ട് നേരെ നമ്മളെ വണ്ടി എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ പോണ വഴിക്ക് ചുള്ളിക്കപ്പം പിന്നെ അവിടെ പോലീസുകാരിക്കുന്നത് ഞാൻ നൈസായിട്ട് കണ്ട്. അപ്പോൾ പിന്നെ എന്ത് ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി വിളിച്ച്. വെറുതെ എന്തിനാ കൊണ്ട് ഫൈൻ എടുക്കണത്, അതിനുള്ള ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ നേരെ അവിടെ നിന്ന് കട്ട് ചെയ്ത് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് കുറുക്ക് വഴി കയറി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ സന്ധിക്കവരേക്കും ബൈ.